വളരെ ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രെയിറ്റ് പാൻറ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. നമ്മളൊരു പാൻറ്റിൽ നിന്നും അളവെടുത്ത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നാണ്. ആദ്യമേ നമുക്ക് അരവണ്ണം എടുക്കണം. അരവണ്ണം എടുക്കാൻ ഒരു പാൻറ് നിവർത്തിയിട്ടിട്ട് ഒരു വൺ സൈഡിലെ അളവ് എത്രയാണെന്ന് ചെക്ക് ചെയ്യുക. അതെനിക്കൊരു 12.5 ഇഞ്ച് കിട്ടി. താഴോട്ടുള്ള കാൽ കുഴി അളവ് ഒരു 14.5 ഇഞ്ചാണ് വരുന്നത്. ഇത് ഞാൻ ചെയ്യുന്നത് നമ്മുടെ പടിപ്പോഷൻ ഒഴിച്ചുള്ളതാണ്. അപ്പം പടിപ്പോഷനും കൂടി വരുമ്പം ഒരു 16.5 ഇഞ്ചാണ് വരുന്നത്. 2 ഇഞ്ചാണ് ഞാൻ പടിപ്പോഷൻ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ പാൻറ്റിൻ്റെ ഇറക്കം എടുക്കുക. പാൻറ്റിൻ്റെ ഇറക്കം എനിക്കൊരു 36 ഇഞ്ചാണ് കിട്ടിയത്. അതിൻ്റെ കൂടെ ഒരു 2.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ആദ്യമേ ഞാൻ പാൻറ്റിന് ഉള്ള തുണി എടുത്ത് 4ആയി മടക്കിയിട്ടു. ദാണ്ടെ ഇവിടെ ഞാൻ 4ആയിട്ട് മടക്കിയിട്ടേക്കാണ്. തുണിയുടെ വീതി എന്ന് പറയുന്നത് ഒരു 14.5 ഇഞ്ചിനാണ് എടുത്തിരിക്കുന്നത്. കാരണം 12.5 ഇഞ്ചാണ് നമ്മുടെ അരവണ്ണം വേണ്ടത്. ആ 12.5 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് കാൽക്കുഴി പോർഷൻ അടയാളപ്പെടുത്താനുള്ളതും കൂടി കണക്കാക്കി വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. അപ്പോൾ 14.5 ഇഞ്ചിന് മാർക്ക് ചെയ്തു ഞാൻ. എന്നിട്ട് ഒരു 4 ഇഞ്ചിൽ എന്ത് ചെയ്തു, നമ്മുടെ പടിയുടെ അളവ് മാർക്ക് ചെയ്തു. ഇപ്പോൾ അതിനുശേഷം ഞാനിവിടെ 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്താണ് പടി വെക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ 5 ഇഞ്ച് മാർക്ക് ചെയ്യണം എന്നാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ കാൽക്കുഴിയുടെ അളവ് 12.5 ഇഞ്ച് നമ്മുടെ അരവണ്ണം മാർക്ക് ചെയ്തതിന് ശേഷം കാൽക്കുഴിയുടെ അളവ് ഒരു 14.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ 12.5 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് 2 ഇഞ്ച് എക്സ്ട്രാ അടയാളപ്പെടുത്തി അവിടെ നമ്മളൊരു ചെറിയ കർവ് വരച്ചു. അത് നമ്മുടെ കാൽക്കുഴിയാണ്. അതിനുശേഷം നമുക്ക് വേണ്ട എത്രയാണോ ഇറക്കം, എനിക്കിവിടെ വേണ്ടത് 36 ഇഞ്ചാണ്. ആ 36 ഇഞ്ചിൻ്റെ കൂടെ താഴ്വശം മടക്കി അടിക്കാൻ വേണ്ടിയുള്ള 2 ഇഞ്ചും കൂടി കൂട്ടി 38 ഇഞ്ചിന് ഞാൻ മാർക്ക് ചെയ്യുന്നു. ഇവിടെ പടി സെപ്പറേറ്റ് കട്ട് ചെയ്യാത്തത് കൊണ്ടാണ് 8 ഇഞ്ചിന് മാർക്ക് ചെയ്യുന്നത്. പടി സെപ്പറേറ്റ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 2.5 ഇഞ്ചും കൂടി 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ നമ്മൾ അടയാളപ്പെടുത്തണം. അതിനുശേഷം നമ്മുടെ കാൽക്കുഴിയും നമ്മുടെ അവിടുത്തെ കാൽവണ്ണം അടയാളപ്പെടുത്തുന്നത് 6+1 7 ഇഞ്ചിനാണ്. അതിനുശേഷം നമ്മുടെ കാൽക്കുഴിയും നമ്മുടെ കാൽവണ്ണം അടയാളപ്പെടുത്തിയെടുത്തതും കൂടി നമ്മളൊരു മാർക്ക് ചെയ്തു. പിന്നീട് ഞാൻ പടിയുടെ ഭാഗത്ത് മാർക്ക് ചെയ്തിട്ടില്ലായിരുന്നു സ്ട്രെയിറ്റ് ലൈൻ, അത് മാർക്ക് ചെയ്തു. പിന്നെ ഈ പടിയുടെ അളവ് നമ്മൾ കണക്കാക്കുന്നത് നമ്മുടെ പടിയുടെ അളവ് കണക്കാക്കുന്നത് നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ അളവിനനുസരിച്ചാണ്. ഞാനിവിടെ ഇപ്പോൾ 5 ഇഞ്ച് എടുത്തത് എന്താണെന്ന് വെച്ചാൽ 2 ഇഞ്ച് പടിയളവ് എനിക്ക് വരണം. അതിന് വേണ്ടിയാണ് 5 ഇഞ്ച് എടുത്തത്. പക്ഷേ പടി ഇലാസ്റ്റിക് അതിലും ചെറുതാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് പടിയുടെ അളവ് എടുത്തിരുന്നാൽ മതി. പിന്നീട് നമ്മൾ ഒരു വള്ളിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 1.5 ഇഞ്ച് പടിയളവ് എടുത്തിരുന്നാലും മതി. ഞാനിവിടെ ഒരു കട്ടിങ്സ് ഇടുന്നുണ്ട്. കാരണം ഞാൻ പടി സെപ്പറേറ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തിരുന്നത്. ഞാനിവിടെ ഈ കൃത്യം 2 ഇഞ്ച് വരുന്ന രീതിയിലാണ് പടി വരുന്ന രീതിയിലാണ് മടക്കി തയ്ക്കുന്നത്. ഇതിനുശേഷം നമ്മുടെ കാൽക്കുഴി ആദ്യമേ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ എപ്പോൾ സ്റ്റിച്ച് ചെയ്താലും 2 തയ്യലിടാൻ ശ്രമിക്കുക. വളരെ എളുപ്പത്തിനും ഈസി ആയിട്ടും സ്റ്റിച്ച് ചെയ്യാനും കട്ട് ചെയ്യാനും എളുപ്പമുള്ളൊരു പാൻറ്റാണ് നമ്മുടെ സ്ട്രെയിറ്റ് പാൻറ്. അപ്പം ഞാൻ 2 സൈഡിലും കാൽക്കുഴി സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ് എന്ന് വെച്ചാൽ നമ്മുടെ പാൻറ്റിൻ്റെ അവിടെ ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്ത് കാണിക്കുന്നുണ്ട്. ഞാൻ പടി കൃത്യം 2 ഇഞ്ച് വരാൻ വേണ്ടി കട്ട് ചെയ്തതിനും താഴെ 1/2 ഇഞ്ച് താഴെയായിട്ട് വെച്ചിട്ടാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് 5 ഇഞ്ച് മാർക്ക് ചെയ്തത്. അതിനുശേഷം ഞാനത് ആ പടി കറക്റ്റ് അളവാക്കി സ്റ്റിച്ച് ചെയ്യുകയാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ഞാനൊരു ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി ഒരു കുറച്ച് ശകലം സ്ഥലം വിട്ടിട്ടാണ് ഫുൾ സ്റ്റിച്ച് ചെയ്യുന്നത്. താഴ്വശത്തെ പടി ഓരോ ഇഞ്ചിന് 2ആയി മടക്കി അവിടെ സ്റ്റിച്ച് ചെയ്യുകയാണ്. രണ്ട് കാലിൻ്റെയും പടിയും ഞാൻ ഒരുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഓരോ ഇഞ്ച് വീതം മടക്കി 2ആയി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്.
ഇനി നമ്മൾ പാൻറ് നമ്മുടെ കാൽവണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എത്രയാണ്, ഒരു 6 ഇഞ്ചാണ് ഞാൻ കാൽവണ്ണം അടിക്കുന്നത്. അതിനുശേഷം അത് ഒരു ഇഞ്ച് കണക്കാക്കി മൊത്തം അടിച്ച് എടുക്കുക. 2 തയ്യലിടണം. ഇനി നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ അളവാണ് എടുക്കാൻ പോകുന്നത്. ഒരു 11 ഇഞ്ചാണ് എനിക്ക് ഇലാസ്റ്റിക്കിൻ്റെ അളവ് വന്നത്. പക്ഷേ കസ്റ്റമറിന് ഒരു 12 ഇഞ്ച് വൺ സൈഡ് വേണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഫുള്ള് 24 ഇഞ്ച്, ആ 24 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് മടക്കി നമ്മൾ ഇലാസ്റ്റിക് ജോയിൻറ്റ് ചെയ്യാനുള്ളതും കൂടി കണക്കാക്കി 25 ഇഞ്ചിനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഒരു പിൻ ഉപയോഗിച്ച് നമ്മൾ ഇലാസ്റ്റിക് കയറ്റാനായിട്ട് നമ്മൾ പാൻറ്റിൽ ഇച്ചിരി സ്പേസ് വിട്ടിരുന്നില്ല, അതിലൂടെ ഇലാസ്റ്റിക് മൊത്തം റൗണ്ടിൽ കയറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ആ പോർഷനും കൂടി ജോയിൻ്റ് ആക്കി നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ല്. വളരെ സിമ്പിളായിട്ടാണ് നമ്മളൊരു സ്ട്രെയിറ്റ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് ഏകദേശം ഒരു 20 മിനിറ്റ് മതി നമുക്കൊന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. 20 മിനിറ്റും വേണ്ട, വളരെ എളുപ്പത്തിന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാൻറ്റാണ് സ്ട്രെയിറ്റ് പാൻറ്റ്.